KPCC അംഗം PP ആലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബ്രഹ്മഗിരി വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണല്ലോ. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വയനാട്ടിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, പ്രത്യേകിച്ച് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മഗിരി സൊസൈറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പ്രചരണവും അതിനുവേണ്ടി നിക്ഷേപകരെ സമീപിക്കുകയും നിക്ഷേപകം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. വയനാട്ടിലെ കർഷകർക്ക് ആ സൊസൈറ്റി കൊണ്ട് ഒരു ഉപകാരം ഇല്ല. വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം വലിയ നിക്ഷേപങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ CPM-ന്റെ 500ഓളം വരുന്ന നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങി ആ സൊസൈറ്റി ആരംഭിച്ച് അത് വയനാട്ടിലെ കർഷകരെ സഹായിക്കാനെന്നുള്ള ഒരു പ്രചരണം നടത്തി. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. അത് ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബജറ്റ് വീതത്തിൽ പണം വാങ്ങുന്നു, കോർപ്പറേറ്റ് ബാങ്കുകളിൽ നിന്ന് പണം വാങ്ങുന്നു. കൽപ്പറ്റ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ നിക്ഷേപം വാങ്ങുന്നു. കോട്ടത്തറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്നു. ഇതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പണ ഇടപാടുകൾ നടത്തിയ സൊസൈറ്റിയിൽ പാവപ്പെട്ട കർഷകരെ സഹായിക്കുമെന്ന് പറഞ്ഞ് വാങ്ങിയ ഈ പണങ്ങളൊക്കെ CPM-ന്റെ നേതാക്കന്മാർ ആ പണം കൊള്ളയടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ബ്രഹ്മഗിരി സൊസൈറ്റിയെ സംബന്ധിച്ച് CPM-ന്റെ നേതൃത്വം ഒന്നും തന്നെ പറയാനില്ല. കാരണം ബജറ്റിന്റെ തുക വന്നു കഴിഞ്ഞാൽ അത് പുനരാരംഭിക്കുമെന്ന് മാത്രം പറയാമെന്നല്ലാതെ ഈ നിക്ഷേപകർ, പാവപ്പെട്ട നിക്ഷേപകർ മക്കളെ കെട്ടിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, വീട് വെക്കാൻ ഒക്കെ ആവശ്യമുള്ള പണമാണ് ഇത് നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നാൽ പണത്തിന് വേണ്ടി ഒരു മറുപടി പറയാൻ ഈ സൊസൈറ്റിയുടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നിക്ഷേപകരുടെ വീടുകളിൽ പോസ്റ്റ് എഴുതി ഒട്ടിച്ചു, CPM-കാർക്ക് വോട്ടില്ല, ഇങ്ങോട്ട് വോട്ടും ചോദിച്ച് വരണ്ട, ഞങ്ങളെ പണത്തെ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവണം, ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ. ഇവിടെ തന്നെ CPM-ന്റെ ഒരു പ്രവർത്തകനായ മാട്ടിൽ നൗഷാദ് അവർ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉപ്പ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്, ഞങ്ങളെ വഞ്ചിച്ചു, ഞങ്ങളെ ജയിലിലടക്കപ്പെട്ടു, ഞങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ ഈ പണത്തെ ചോദിക്കുമ്പോൾ ഒന്നും മറുപടിയില്ല. ഇപ്പം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, അവിടെ കള്ളപ്പണം വെളുപ്പിക്കുകയാണ് എന്ന്. CPM കോൺഗ്രസ്സുകാരല്ല പറയുന്നത്, അവിടെ തൊഴിലെടുത്ത ജീവനക്കാരനായ മാട്ടിൽ നൗഷാദ് പറയുന്നു ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേന്ദ്രമാണെന്ന്. രാജ്യദ്രോഹമല്ല ചെയ്തിരിക്കുന്നത്. ഇത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഈ പണം സ്വരൂപിക്കാൻ നടന്ന മുൻ MLA CK ശശീന്ദ്രൻ എന്ന് പറയാനുണ്ട്? ഇവിടെ 24 മണിക്കൂറും പത്രസമ്മേളനം നടത്തി കൽപ്പറ്റ MLA പൊതുസമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാൻ നിരന്തരം പത്രസമ്മേളനം നടത്തുന്ന CPM ജില്ലാ സെക്രട്ടറി റഫീഖിനും മുൻ MLA CK ശശീന്ദ്രനും ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? കാരണം കള്ളപ്പണം വെളുപ്പിക്കുന്ന കേന്ദ്രമാണ് ബ്രഹ്മഗിരി സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇത് രാജ്യദ്രോഹ കുറ്റമല്ലേ? ഇതൊന്നും പറയാൻ ഇവർക്ക് മറുപടിയില്ലേ? അത് കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നതല്ല, ഇല്ല UDF-കാർ ഉന്നയിക്കുന്നതല്ല. CPM-ന്റെ പാർട്ടി മെമ്പറായി പ്രവർത്തിച്ചവർ, അവിടുത്തെ ജീവനക്കാർ പറയാണ്. ഒരു നൗഷാദിനെ പോലുള്ള ഒരാൾ പറയുന്നതല്ല. അവിടുത്തെ ഈ നിക്ഷേപകർ സ്വന്തം സംഘടിച്ചു, പ്രതിഷേധം നടത്തി, ഞങ്ങളെ പണത്തിന് വേണ്ടി ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഞങ്ങൾക്ക് പണം കിട്ടണം, ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ, ഞങ്ങളെ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ, ഒരു വീട് വെക്കാൻ എന്ന് നിക്ഷേപിച്ചവരാണ് ഞങ്ങൾ എന്ന് പറയാണ്. ഇത് CPM-നൊന്നും മറുപടി പറയാനില്ലേ?